ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുകയാണ്. താങ്ക് യു. ലൈവിൽ വന്നവർ കമന്റ് ചെയ്യുക. അവർ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഒന്ന് ഒരു ഇമോജി ഇടും കേട്ടോ, അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര പേര് വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കമോൺ. നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സ് എനേബിൾ ആണ്, വന്നവർക്ക് ചാറ്റ് ചെയ്യാം. മോഷൻസ് ഉണ്ട്, ചാറ്റ് ബോക്സിൽ എല്ലാം ചാറ്റ് ചെയ്യാം. ഓഡിയബിൾ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. എൻ്റെ ശബ്ദം ശരിക്കും കേൾക്കാമല്ലോ? ഒന്ന് ആരെങ്കിലും കമന്റ് ചെയ്യണേ, ശബ്ദം ക്ലിയർ ആണെങ്കിൽ. സൗണ്ട് ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട്. സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന്, അല്ലേ? എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം സ്റ്റാർട്ട് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, വെൽക്കം എവരിവൺ, വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ഞായറാഴ്ച എന്ത് വെച്ചാ തുടങ്ങുന്നത്? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ദിവസമാണ് നമുക്കിന്ന്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എവരിബഡി റെഡി ഫോർ ഇറ്റ്? ജസ്റ്റ് സേ റെഡി ആണെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്ന പോലെ ഇന്നത്തെ ക്ലാസ് ലൈവായിട്ട് ഇവിടെ എടുക്കും, അല്ലേ? എവരിബഡി റെഡി? യെസ്. താങ്ക് യു. ഒരുപാട് ആൾക്കാർ വരാനുണ്ട് ഇനിയും, പക്ഷെ നമുക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല. ഉള്ളവർക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ്, നല്ലൊരു അവധി ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം വീട്ടിൽ സ്വസ്ഥമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായി ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരവർക്ക് വേണ്ടിയുള്ള മൂല്യവത്തായ ഒരു ദിവസം ഉണ്ടാക്കി മാറ്റി വൈകുന്നേരമാകുമ്പോൾ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം മാറ്റിവെക്കണം. എല്ലാ ദിവസവും നമുക്ക് വേണ്ടി മാത്രം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവണമെന്ന് ഞാൻ എന്നും പറയാറുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി ഇന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തിനെ മാത്രം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. നമ്മൾ തന്നെ ശരീരത്തിലേക്കും മനസ്സിലേക്കും നോക്കാൻ സാധിച്ചാൽ നമ്മുടെ മാറ്റം അവിടെ സാധ്യമാകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതാണ് എനിക്ക് കുറവുള്ളത്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഇന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് ഒന്നാമതായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരു കാര്യത്തിൽ പ്രോമിസ് ചെയ്യണം. ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു കാര്യത്തിൽ എന്നോട് പ്രോമിസ് ചെയ്യണം. അതെന്താണെന്നറിയോ? ഇനി ഞാൻ എന്തു പറയില്ല എന്നാണ്. ഇന്ന് ഞാൻ
പരാതികൾ പറയില്ല എന്നുള്ള പ്രോമിസ് നിങ്ങൾ ചെയ്യണം. കാരണം പരാതികൾ പറഞ്ഞാൽ പരാതി തീരൂല എന്നറിയാമല്ലോ. അതുകൊണ്ട് ഒരു കാര്യമില്ലാത്ത ആ സാധനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇനി പരാതിയും പരിഭവമില്ല, നമ്മൾ നമ്മളിലേക്ക് നോക്കി നമ്മളെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങളെ സെൽഫ് ലവ് എന്ന് പറയുന്നതിന്, നമ്മളെ തന്നെ നന്നാക്കിയെടുക്കുന്ന ദ ബെറ്റർ പേഴ്സൺ ഓഫ് മീ, എൻ്റെ നല്ല വശം എന്താണെന്ന് അതിനു വേണ്ടി കുറച്ചു നേരം നന്നായി ഒന്ന് കുളിക്കുക, നന്നായി ഒന്ന് കണ്ണാടി നോക്കുക, നല്ലൊരു വസ്ത്രം എടുത്തു വെക്കുക, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി സ്വസ്ഥമായി ഇരുന്ന് കഴിക്കുക. സമയം ഇനിയുമുണ്ട്, എല്ലാം ഓടിപ്പിടിച്ച് ചെയ്യേണ്ടതില്ല, കുറച്ച് സാവധാനത്തിൽ ചെയ്താലെല്ലാം പറ്റും. അവനവനിലേക്ക് നോക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരിക്കലും എല്ലാത്തിനും, ഇല്ലെങ്കിൽ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പരാതിയിൽ. ഇത് രണ്ടും ഒന്ന് ചെയ്തു നോക്കൂ, ഇന്ന് മുതൽ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അത് ഉദാഹരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇന്നിപ്പോൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് വെട്ടം കുറവുണ്ട്, ക്ലാരിറ്റി കുറവായത് കൊണ്ടായിരിക്കാം ഇത്രയും ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവും. അടുത്ത ആഴ്ച നമുക്ക് ഇതൊക്കെ ഭംഗിയായി ലൈവ് ചെയ്യാം. ഇന്ന് നിങ്ങളെല്ലാവരും ഇത് തീരുമാനം. ഇനി നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ, വൈകിട്ടത്തെ ക്ലാസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഞാൻ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. എന്താണ് നമുക്ക് ഇന്ന് പറയാനുള്ള സബ്ജക്റ്റ്? നമ്മൾക്ക് ഇന്ന് പറഞ്ഞ സബ്ജക്റ്റ് ചില രഹസ്യങ്ങളാണ്. എന്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾക്ക് രഹസ്യമാണ്. ഈ രഹസ്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇത് ഇങ്ങനെ എന്നതിൻ്റെ ഉത്തരം കിട്ടും. പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടില്ലേ, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അവരെന്താ എന്നോട് അങ്ങനെ പെരുമാറുന്നത്, അവരെന്താ എന്നോട് ഇങ്ങനെ, എന്താ എനിക്ക് മാത്രം എന്നും കഷ്ടം ഉണ്ടാവുന്നത്, എന്നും എനിക്ക് മാത്രം ദുരിതങ്ങൾ മാത്രം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്നും സന്തോഷം മാത്രം ലഭിക്കുന്നു, ഇന്നും അവൻ സദാ പുഞ്ചിരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അതുമല്ല, കുറച്ചും കൂടി വിശാലമായി പറഞ്ഞാൽ അവർക്ക് എന്താണ് ഇന്നും ഈ കഷ്ടം, എൻ്റെ അയൽവാസി എന്നും ദുരിതത്തിലാണ്, എന്നും കഷ്ടത്തിലാണ് എന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനുള്ള ചെറിയ ചെപ്പടി വിദ്യകളാണ്, കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാം. അപ്പൊ എന്നും നമ്മളിങ്ങനെ മറ്റുള്ളവരെ കാര്യങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ എന്നും പരാതി രൂപത്തിലാണ് ആലോചിക്കുന്നതെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. അപ്പോ അതായത് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എങ്കിലും, നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും? നമ്മൾക്ക് നല്ലതാണ് സംഭവിക്കുന്നത്, നമുക്ക് നല്ലതല്ല സംഭവിക്കുന്നതെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ? യെസ് 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 യെസ്, അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. വളരെ കൃത്യമാണ്. നമുക്ക് നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി നമ്മളാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഒരു നിയമമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാം അങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്നു ഇതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല, എൻ്റെ ചിന്തകൾ മാത്രം ഇങ്ങനെ ആയിപ്പോലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദി നമ്മളാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദി ആരാണ്? അതിനെ മാറ്റിയെടുക്കാൻ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്, അല്ലെ? എവരിബഡീസിലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അതിന് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചില സിസ്റ്റംസ് ഫോളോ ചെയ്യണം, ചില നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നിയമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഇടയിൽ പോകാൻ വളരെ എളുപ്പമാണ്. അത്തരം നിയമങ്ങളെയാണ് നമ്മൾ അറിയേണ്ടത്, നമ്മളെ മാറ്റപ്പെടുത്താൻ ആവശ്യമായ നിയമങ്ങൾ. ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, എല്ലാം എൻ്റെ പരിചിത മുഖങ്ങളാണ്. സൗമ്യ, അതുപോലെ
റഹ്ന, സന്ധ്യ, സിനി, അങ്ങനെ എല്ലാവരും ഞാൻ എല്ലാവരും കാണുന്നുണ്ട്. ചാറ്റ് ബോക്സ് ചാറ്റ് ചെയ്താലേ എനിക്ക് കൂടുതൽ ആൾക്കാരെ അറിയുള്ളൂ, മറ്റാളും കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളവിടെ വീഡിയോ കാണാമായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്താൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. സന്തോഷം. അപ്പോൾ നമ്മൾ 21ഓളം പ്രപഞ്ച നിയമങ്ങളുണ്ട് എന്നാ പറയണേ. ഞാൻ എൻ്റെ അടുത്ത പുസ്തകം വരുന്നുണ്ട് 13 ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രപഞ്ച നിയമങ്ങളെ പറ്റിയിട്ട്. അത് കൃത്യമായി അതിൽ ഒരു നിയമത്തെ പറ്റി മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ പറയുന്നത് ഒറ്റ നിയമത്തെ പറ്റി പറയുന്നു. അതിൽ അടങ്ങിയ കുറച്ച് കാര്യം ക്വിക്കായിട്ട് പറഞ്ഞു പോകാം. ആ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് ഫോക്കസ് ഉണ്ട്, ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലോ ഓഫ് അങ്ങനെ കുറേ ലോ ഓഫ് കർമാസ് ഉണ്ട്, ലോ ഓഫ് അങ്ങനെ കുറേ നിയമങ്ങൾ അടങ്ങിയതിൽ ഒരു നിയമം മാത്രമാണ് ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീണ്ടും പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മുടെ ഡെയിലി സൂം സെക്ഷനിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമത്തെ പറ്റിയാണ് പറയുന്നത്. ഫണ്ടമെന്റൽ നിയമം ഇത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം, സിമ്പിളായ സംഭവമാണ്, അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞൊടിയിടയിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. ഞൊടിയിടയിൽ മാറ്റാൻ പറ്റും. അതൊന്നും മനസ്സിലാക്കി ഇവിടേക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തെ ഞൊടിയിടയിൽ മാറ്റാൻ പറ്റും. കാരണം അറിയാലോ, നമ്മൾ ഒരുപാട് ആൾക്കാർ ക്ലാസ്സിലേക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലേ, സാറേ മാജിക് സംഭവിച്ചു, ഇത് കിട്ടി, ഞാൻ വിചാരിച്ച കിട്ടി, സാർ 5000 വിചാരിച്ചപ്പോൾ 5000 കിട്ടി, ലോട്ടറി അടിക്കാൻ പറഞ്ഞപ്പോൾ ലോട്ടറി അടിച്ചു, ശമ്പളം ആഗ്രഹിച്ച സമയത്ത് ശമ്പളം വന്ന് ഡബിൾ ശമ്പളം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രോസസ്സിൽ മാത്രമേ അവരിൽ മാറ്റം വരുന്നുള്ളൂ. ഒന്നിന്റെ ഉപോൽപ്പന്നമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ജസ്റ്റ് ഫണ്ടമെന്റലായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിയമമാണ്. പക്ഷേ എന്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയും ഞാൻ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്, എന്താണ് എന്ന് സിമ്പിളായിട്ട് വളരെ ലളിതമായ രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ കാണുന്ന നമ്മളെ വാർത്തെടുക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മളായി മാറുന്നത് നമ്മുടെ 2 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടാണ് നമ്മളെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ശരീരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ 2 കാര്യം? അതായത് ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളുമാണ് അയാളെ ആ ജീവിതമാക്കി മാറ്റുന്നത്. എന്താണ്? ചിന്തകളും വികാരങ്ങളുമാണ് നമ്മളായി മാറ്റുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രത്യക്ഷമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ എപ്പോഴാണോ കൊണ്ടുവരാൻ സാധിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചിരിക്കും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരും എന്നാണ് ഫണ്ടമെന്റൽ നിയമം. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരം അനന്ത സാധ്യതകളുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു നിയമം, പ്രകൃതിയുടെ ഒരു നിയമം എന്ന നിലയിൽ ലോ ഓഫ് അട്രാക്ഷൻ കാണും. കാരണം നമുക്കത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു എന്നാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ കരുത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ചിന്തയിലാണ് എന്ന് മനസ്സിലാക്കുക. ആ ചിന്തയിലൂടെയാണ് നമ്മളായിത്തീരുന്നത് എന്നാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാർവത്രികമായ നിയമം, അതായത് നാം എന്ത് ചിന്തിക്കുന്നുവോ നാം എപ്പോഴും അതിനെ വശീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അനന്തവും പ്രബലവുമായ ഈ നിയമം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നല്ലതാണോ ചീത്തയാണോ എന്ന വ്യത്യാസമൊന്നും അതിനില്ല. നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് ലഭിക്കും, നമുക്ക് ചീത്ത ചിന്തിച്ചാൽ ചീത്ത ലഭിക്കും എന്നത് മാത്രമാണ് അവിടെ വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ സാധിക്കുക. എവരിബഡി റെഡി ഫോർ ഇറ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും റെഡി അല്ലേ? ചിന്തകൾ മാറ്റാൻ തയ്യാറാണല്ലോ? ശില്പ താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. നല്ല ആണല്ലോ. ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ
ജീവിതം റെഡിയാവും. എല്ലാവരും റെഡിയാണ് ചിന്തകളെ മാറ്റാനായിട്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ, ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതൊന്ന് ശ്രദ്ധിച്ചു പോവുക. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിന് നേരെയുള്ള നമ്മുടെ സിഗ്നലുകളാണ്. അതിൽ എത്ര ശക്തിയുണ്ടോ അത്രയേറെ അത് നിങ്ങളുടെ ജീവിതത്തിന് യാഥാർത്ഥ്യമായി തീരും എന്നാ പറയുന്നത്. അതായത് നമ്മളുടെ ചിന്തകൾ എത്രത്തോളം ഉണ്ടോ, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ശക്തമാണ് നമ്മൾക്ക് ലഭിക്കുന്ന യാഥാർത്ഥ്യവും. അപ്പോൾ ഏതൊരു കാര്യമാണോ നമുക്ക് ആവശ്യമുള്ളത് അതിന് ലഭിക്കാൻ ഏകമായി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ അതിനെ ശക്തമായി ചിന്തിക്കുക, ശക്തമായി അനുഭവിക്കുക, അത് തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇത് മനസ്സിലായല്ലോ? ഈ നിയമം വളരെ സിമ്പിളായ നിയമമാണ്. വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? വീഡിയോ ക്ലിയർ ആണോ? വിസിബിൾ. ഓക്കെ, ഫൈൻ. അപ്പോൾ ചിന്തകൾക്ക് ശക്തി കൂട്ടുവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് സഹോദരൻ ചോദിച്ചത്. അത് തന്നെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പ്രധാനമായി ചെയ്യുന്ന പ്രക്രിയ. നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത്, എന്താണോ നേടേണ്ടത്, അതിന് കൃത്യമായി ഫോക്കസ് ചെയ്യുക എന്നതാണ് ചിന്തകൾക്ക് ശക്തി കൂട്ടാനുള്ള മാർഗം. അതിനെ കൃത്യമായി ഫോക്കസ് ചെയ്യുക. ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ലോ ഫോക്കസ് ചെയ്യാൻ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരാം. ജോയിൻ ചെയ്യാനുള്ള നമ്പർ നിങ്ങൾ 75107924 ഒന്ന് വിളിച്ചോളൂ. 75107924 7510792454. അഡ്മിൻ ഉണ്ടോ ഇവിടെ? അഡ്മിന്മാർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തോളൂ നമ്പർ. അഡ്മിൻ അവൈലബിൾ ആണെങ്കിൽ ശൈലജ ഉദയൻ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവർ ഡീറ്റെയിൽസ് തരും കേട്ടോ. ഓക്കെ, അഡ്മിന്മാരുണ്ടെങ്കിൽ നമ്പർ ഒന്ന് എഴുതിയിട്ടോളേ. അപ്പൊ ചിന്തകൾക്ക് ശക്തി കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമുക്ക് ചിന്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് എന്താണോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, ആ കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏകമായ മറുപടി. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രധാനമായും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തകൾ എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചിന്തകളുടെ ശക്തി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യം അത് ഞാൻ അടുത്ത സെഷനിൽ നിങ്ങൾ പറഞ്ഞു തരാം. രണ്ടാമത്തെ കാര്യങ്ങൾ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആഗ്രഹിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനമായ കാര്യം. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവും. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്, ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവും, പക്ഷെ ആഗ്രഹങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. കാരണം ആഗ്രഹങ്ങൾക്ക് ഇന്റൻസിറ്റി ഉണ്ടാവില്ല, ഒരു ഡെപ്ത് ഉണ്ടാവില്ല. ഈ ആഗ്രഹങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളെ നമ്മൾക്ക് എന്താക്കി മാറ്റണം? നമ്മുടെ ആവശ്യമാക്കി മാറ്റണം. ആഗ്രഹങ്ങളെ എപ്പോഴാണോ ആവശ്യമാക്കി മാറ്റുന്നത് അപ്പോഴത് നമ്മളിലേക്ക് സംഭവിക്കും. കാരണം നമുക്ക് ആവശ്യം നേടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെ? ആവശ്യങ്ങൾ നേടാതെ നമ്മൾ പോവില്ല. അപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ നമ്മുടെ ആവശ്യമാക്കി മാറ്റണം. അതെങ്ങനെ എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിൽ ഞാൻ വ്യക്തമായി ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് എങ്ങനെ സാധ്യമാക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ എന്ന് പറയുന്നത്, ഈ നിയമത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാവും ആദ്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾക്ക് ഒരു പ്രോമിസ് എടുത്തത്, അനാവശ്യമായ ചിന്തകൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകൃതമാക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് മെഡിറ്റേഷൻ. എല്ലാ ദിവസത്തെയും കൃത്യമായുള്ള മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ, അതുപോലെ തന്നെ അഫ്രിമേഷനിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മളിലേക്ക് കേന്ദ്രീകൃതമാക്കാൻ സാധിക്കും. ഇങ്ങനെ
എന്താ പറയുക, പറന്നു നടക്കുന്ന ചിന്തകളെ, ഒരു കൺട്രോളും ഇല്ലാതെ പറന്നു നടക്കുന്ന ചിന്തകളാണ് നമ്മുടെ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചിന്തകൾക്കൊരു ഒരു കൺട്രോളുമില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാത്തത്രയും ചിന്തകളാണ്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ദം. അവരതിന്റെ വഴിക്ക് വിടുക. ഞങ്ങൾ പറയുന്ന ഒരു ടേം ഉണ്ട് അതിന്, നിങ്ങളുടെ ചിന്തകളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന്. ആ വാക്ക് കൃത്യമായി ഉപയോഗിക്കണം. നിങ്ങളുടെ ചിന്തകളെ പട്ടിണിക്കിട്ട് കൊല്ലുക. എങ്ങനെയാണ്? ഒരു മനുഷ്യന് ഒരു ദിവസം സാധാരണ രീതിയിൽ 60,000 മുതൽ 70,000 വരെ ചിന്തകളുണ്ട് എന്നാണ് കണക്ക്. അതിൽ 50% റിപ്പീറ്റഡ് തോട്ട്സുകളാണ്. പറഞ്ഞു തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചിന്തിക്കുന്ന, എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന ബോധമില്ലാതിരുന്നാൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ചിന്തിച്ചത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബോധപൂർവമായ നമ്മൾ ഇടപെടലിലൂടെ, എനിക്കിതിപ്പോ ചിന്തിക്കുന്നത് എന്തിനാണ്, നമുക്കൊരു ചിന്ത വരുമ്പോൾ നമ്മൾ കൃത്യമായി ആലോചിച്ചു. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തെടുത്ത എങ്ങനെയാണ്, ഒരു ചിന്ത നമ്മളിൽ സാധാരണ രീതിയിൽ വരും. പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, പല വഴിക്ക് പോകുമ്പോൾ ഒന്ന് കാണും, അതിനെപ്പറ്റി ചിന്തിക്കും. ഒരു നെഗറ്റീവായ കാര്യം വരും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും. ആരെന്തും പറഞ്ഞ് നല്ലത് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ചിന്തിക്കില്ല കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ആരെങ്കിലും നിങ്ങളെ നല്ലതായ ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഒന്നും ചിന്തിക്കില്ല. അഡ്മിൻ ഒന്ന് നമ്മുടെ നമ്പർ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. വാട്സപ്പ് നമ്പർ, കോൺടാക്ട് നമ്പർ അഡ്മിൻ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഒരാൾ നമ്മൾ നല്ലത് പറഞ്ഞെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഒരാൾ നമ്മളെ മോശമായി പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യന്റെ പ്രക്രിയ. നിങ്ങളിത് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോധപൂർവം ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുക്കണം. ഒരു ചിന്തകൾ വരുമ്പോൾ ബോധപൂർവം ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുക്കണം. എന്താണ് ആ ക്വസ്റ്റ്യൻ? വൈ ഇറ്റ്സ് ഫോർ മീ. ഇതെന്തിനാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കാര്യമില്ലല്ലോ. പക്ഷെ ഇവിടെയും മനസ്സിന്റെ കളികൾ ഭയങ്കരമാണ്. മനസ്സ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ വൈ ഇതെന്തിനാണ് ഞാൻ ചിന്തിക്കുന്നത് ചോദിച്ചാൽ മനസ്സ് അടുത്തൊരു ഉത്തരം തരും. നീ ചിന്തിച്ചില്ലെങ്കിൽ നാളെയും ഇത് നിനക്ക് സംഭവിക്കില്ലേ, നാളെയും ഇത് സംഭവിക്കില്ലേ എന്ന് വരും. അപ്പോൾ നമ്മൾ അതിന്റെ പിറകെ പോകും. നാളെ സംഭവിക്കാതിരിക്കാൻ ഇന്ന് ചിന്തിക്കുന്നു ഇല്ല, അവിടെ തെറ്റി. കാരണം നാളെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ചിന്തിക്കാതിരിക്കണം. ഇന്ന് ചിന്തിച്ചാൽ അത് വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ ആ പോയിന്റ്? വളരെ ക്ലിയറായി മനസ്സിലാക്കണം. നമ്മൾ മനസ്സിന്റെ കളികളാണ്, നമ്മൾ പഠിച്ചു വെച്ച കാര്യമാണ്. ഇന്നത് മുമ്പേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനെയൊന്നും അല്ല ലോകത്ത് നടക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. നമ്മളെ പറ്റി ഒരാള് നല്ലത് പറഞ്ഞാൽ നമ്മൾ അധികം ചിന്തിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ കേട്ടു, ആ ഓക്കെ നീ സുന്ദരനാണ്, അല്ലെങ്കിൽ നീ സുന്ദരിയാണ് കേട്ടോ, നീ നല്ല ഡ്രസ്സാണല്ലോ നിന്റെ ഇന്ന് ഇട്ടിരിക്കുന്നത്, നല്ല നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു പുഞ്ചിരി നൽകി അങ്ങ് പോകും. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കില്ല. ആലോചിക്കാൻ 100 കാര്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്താണ് എന്നിൽ ഇപ്പൊ അവര് സുന്ദരനായി കണ്ടത്, അല്ലെങ്കിൽ സുന്ദരിയായി കണ്ടത്? എൻ്റെ ഈ ഡ്രസ്സിന് എന്താണ് പ്രത്യേകത? ഇതിന്റെ കളർ എന്താണ്? ഈ കളർ എനിക്ക് മാച്ച് ആവുന്നതാണോ? അപ്പൊ ഞാൻ ഉടുത്തതിലാണോ ഇതിന്റെ ഗുണമുള്ളത്? അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മലാണോ രസം? ആണുങ്ങൾ പിന്നെ അത്രയും കൂടുതലില്ല. ഞാൻ ഇട്ടിരിക്കുന്ന വാച്ചാണോ രസം? അയ്യോ പറഞ്ഞപ്പോ എന്റെ വാച്ചോട് ചോദിച്ചത്, വാച്ചാണോ രസം? അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ചെയിനാണോ രസം? അല്ലെങ്കിൽ എൻ്റെ കണ്ണാടിയാണോ രസമുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് 100 കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഒറ്റ ഉത്തരത്തിൽ അവിടെ നിർത്തും. എന്താ പറയും? ഓ ശരി, അവിടെ തീർന്നു. ഒരു പുഞ്ചിരി മാത്രമേ നമ്മളുണ്ട്, അവിടെ തീരും ആ സാധനം. പക്ഷെ തിരിച്ച് ഒരനുഭവം കൂടി ഞാൻ പറയാം. ഇത് കാണാൻ തീരെ കൊള്ളില്ലല്ലോ എന്നൊരാൾ പറഞ്ഞാൽ എൻ്റെ ഏതാണ് കാണാത്തതെന്നൊന്നും ചിന്തിക്കില്ല. അവിടെ വെച്ച് തുടങ്ങും. എൻ്റെ എന്താണ് മോശമായത്? ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ തന്നെയുള്ളൂ, എത്ര മാറിയാലും മാറില്ല. നോക്കൂ, ഞാൻ ഇന്ന് 2000 രൂപയുടെ ഡ്രസ്സായിട്ടത്, എന്നിട്ട് പോലും എന്നെ കാണാൻ കൊള്ളില്ല. ഞാൻ ഇന്ന് ഇത്ര നല്ല ചെരുപ്പായിട്ടത് കാണാൻ കൊള്ളില്ല. ഞാൻ ഇത്ര നല്ല മേക്കപ്പ് എന്നിട്ട് അങ്ങനെ 100 കാര്യങ്ങൾ ചിന്തിച്ചു. ശരിക്കും അയാൾ പറഞ്ഞത് വെറുതെ പറഞ്ഞതായിരിക്കും. ആ മനുഷ്യൻ വെറുതെ തമാശക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ പിറകെ പോവുക തന്നെ ചെയ്യും. ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ പ്രത്യേകം. ഇവിടെ നിർത്തണം എൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇന്ന് തരുന്നത് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഇവിടെ നിർത്തണം. ഈ സാധനം എന്താണ്?
നിങ്ങൾ എന്താണോ വേണ്ടത് അത് മാത്രം ചിന്തിക്കുക, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു 6 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാത്തവർക്ക്, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് നമ്മൾ ഇന്ന്, അതായത് സൺഡേ വരെ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5000 രൂപയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോഴ്സിനുള്ള ഫീസ്. 5000 രൂപയാണ്. അത് നിങ്ങളുടെ കൺവീനിയന്റ് സമയത്ത് കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ ലൈവ് സെഷനുണ്ട്. വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതുപോലെയാണ് ഞാനിത് പഠിപ്പിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും പുസ്തകത്തിൽ വന്ന പോലെ അങ്ങനെ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയല്ല. കൃത്യമായി കുറെ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇന്നിപ്പോ കുറെ 4-5 ദിവസമായിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ സൂം സെഷനിൽ എല്ലാവർക്കും കിട്ടിയ ഒരു ഓഫർ ഞാൻ ഇന്ന് പബ്ലിക്കിനായിട്ട് കൊടുക്കുകയാണ്. ഇന്ന് മാത്രമേ ഈ ഓഫർ ഉള്ളൂ കേട്ടോ. അതായത് നാളെ ഈ വീഡിയോ കണ്ടിട്ട് ആരും വന്ന് പറയരുത്. ഇന്ന് 8/9/2024 ഒരു 5 മണി വരെയുള്ള സമയത്തേക്ക് വേണ്ടി മാത്രമുള്ളൊരു ഓഫറാണ്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിനെ ബന്ധപ്പെടുക. അതിനുള്ള ഇന്നത്തെ ഫീസ് 1999 ആണ്. 2000 രൂപയിൽ 1 രൂപ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് 50 ബിലോ, അതെന്താ പറയാ, 40% മാത്രം ചാർജ് ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് തരുന്നുണ്ട്. ഈ ക്ലാസ് അതിലൂടെ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ മെമ്പറായി മാറുകയും ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ലൈഫ് ടൈം മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും ക്ലാസ്സിൽ പങ്കെടുക്കാം. എല്ലാ ദിവസവും നമ്മുടെ കൂടെ നിൽക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻ, അതുപോലെ 365 ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അതിലും എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഫ്രീ ക്ലാസ് ആണ്. അത് വാട്സപ്പിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ആണ്. അതും ഉണ്ട് അവിടെ. ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശനിയും ഞായറും എന്നോട് സംസാരിക്കാം. ഇത് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാക്കാൻ അതിന്റെ കോഴ്സിന് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് ഫീസൊന്നും ഇല്ല കേട്ടോ. കമ്മ്യൂണിറ്റി ഭാഗമാക്കാൻ നിങ്ങൾ ഫീസൊന്നും അടക്കേണ്ടതില്ല. ഈ 1999 അടച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ് കിട്ടും. ഇന്ന് മാത്രം 5 മണി വരെ, 5 മണിക്ക് മുമ്പേ അടക്കുന്നവർ, കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഇനിയും കൂടുതൽ ആൾക്കാർ എത്തട്ടെ, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ എക്സ്റ്റൻഷൻ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ ഈ എക്സ്റ്റൻഷൻ തരില്ല എന്ന് ഓർക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അതിന് ഒന്നാമത്തെ ഘടകം നിങ്ങൾക്ക് എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇച്ഛാശക്തിയും ലക്ഷ്യനിർണയവും, അല്ലെങ്കിൽ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും. നിങ്ങളിൽ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതെന്താണിത്? നിങ്ങളുടെ ആഗ്രഹം വ്യക്തമായി നിർവചിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വ്യക്തമായി നിങ്ങൾ നിർവചിക്കുക എന്നതാണ് ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു അജണ്ടയായി സൃഷ്ടിക്കുക. നിങ്ങൾക്കൊരു പുതിയ ജോലിയാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്കൊരു പുതിയ ജോലിയാണ് വേണ്ടെങ്കിൽ എന്ത് ജോലിയാണ്, എവിടെയാണ് ജോലി, എത്ര രൂപ ശമ്പളം വേണം എന്ന് വ്യക്തമായ പ്ലാൻ, വളരെ വ്യക്തമായ പ്ലാൻ സൃഷ്ടിക്കുക. എന്നിട്ട് അതൊരു കറേജസ് കലർത്തുക. ആ ആഗ്രഹം എല്ലായിടത്തും നിങ്ങളുടെ ചിന്തയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നതാക്കി മാറ്റുക. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പ്രയത്നമുള്ള കാര്യമാണ്. കാരണം ചെയ്യാത്തവൻ, ഒരു പണിയെടുക്കാത്തവന് എല്ലാം പ്രയത്നമാണ്, അല്ലെ? അപ്പോൾ ആഗ്രഹം വ്യക്തമായി നിർവചിക്കുക, അത് മനസ്സിലേക്ക് അജണ്ടയായി സൃഷ്ടിക്കുക. ഇനി അതിന് എല്ലായിടത്തും ചിന്തയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ 60,000 മുതൽ 70,000 വരെ ഉള്ള ചിന്തകളിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? കമന്റ് ചെയ്യൂ. 60,000 മുതൽ 70,000 വരെയുള്ള നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ഏറ്റവും കൂടുതലായി ഉണ്ടാകുക? അപ്പോ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്തയിൽ മുഴുവൻ വരുന്നത്, അല്ലെ? ഫോക്കസ് ഓൺ വാട്ട് വി വാണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിൽ തന്നെ പോകും.
കറക്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കണം. ചിന്തകളുടെ ഊർജം എന്ന് പറയും. കാരണം നമ്മുടെ ചിന്തകൾക്കാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്. ഇത് നമ്മുടെ ചിന്തകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തികഞ്ഞ സജീവമായ ചിന്തകളാക്കി മാറ്റുക. അത് നിങ്ങളുടെ ചിന്തകൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നൽകും എന്നുള്ളതാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്താ, സദാ ഊർജ്ജസ്വലമായിരിക്കും, സദാ പോസിറ്റീവായിരിക്കും, അല്ലെ? യാതൊരു തർക്കവുമില്ല. അത്തരം ചിന്തകൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. പറ്റാത്തവർക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ സെക്ഷൻ ഉണ്ട്. 5:30 മണിക്ക്, രാവിലെ 5:30 മണി മുതൽ 6:30 മണി വരെ അരമണിക്കൂർ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് അരമണിക്കൂർ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പ്രാക്ടീസുമാണ്. നിങ്ങൾക്ക് ഏതൊരാൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ, നെഗറ്റീവ് ചിന്തകൾ കൂടുതലുള്ള ആൾക്കാർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ മാറ്റണമെങ്കിലൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ അഭികാമ്യമാണ്. അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഇത് തരാം. ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്തവർക്ക് മെഡിറ്റേഷൻ ഏതൊരാൾക്കും മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ചിന്തകൾക്ക് അത്രയും ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ചിന്തകളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അതിൽ കൂടുതൽ ചിന്തിക്കുക എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം അറിയുന്നത് നമ്മുടെ വികാരങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുന്നതിന് 2 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ചിന്തകൾ, രണ്ടാമത്തെ നമ്മുടെ വികാരങ്ങളും. അത് എങ്ങനെയാണ് വികാരം? വികാരം വളരെ എളുപ്പമാണ്. അത് സംഭവിച്ചെന്ന് കരുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന ചിന്തയിൽ വികാരങ്ങൾ സൃഷ്ടിക്കുക. അതുവഴി നിങ്ങളുടെ ജീവിതം മനസ്സിൽ ഒരു ഉത്തേജനവും പോസിറ്റീവും കൊണ്ടുവരിക. നമുക്കൊരു ജോലി ലഭിക്കണം എന്നുള്ള ആഗ്രഹമല്ല വേണ്ടത്. എനിക്ക് ആ ജോലി ലഭിച്ചു, അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് പെരുമാറുക? ലഭിച്ച ആൾ എങ്ങനെയാണ് പെരുമാറുക? അതുപോലെ പെരുമാറാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം അതിനുവേണ്ടി കൂട്ടുനിൽക്കും. അങ്ങനെ സംഭവിക്കും. ഒരു ലോട്ടറി എടുത്തിട്ട് നിങ്ങൾ ലോട്ടറി അടിക്കണമെങ്കിൽ അത് കിട്ടിയതായി നിങ്ങൾ അനുഭവിക്കണം. എനിക്ക് ലോട്ടറി കിട്ടിയതിന് നന്ദി, എനിക്ക് ലോട്ടറി കിട്ടി എന്ന് നിങ്ങൾക്ക് അനുഭവിക്കണം. എങ്കിൽ മാത്രമാണ് അത് സാധ്യമാവുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാത്തിനും നമുക്ക് ഒരു സാധനം കയ്യിൽ വേണം. ഇത് ചെയ്യണം. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒരു കാര്യം നമ്മളെ കയ്യിൽ വേണം. അത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റില്ല. നിങ്ങളുടെ അകത്ത് നിന്നും ഇറങ്ങി വരേണ്ട ഒരു സാധനമാണ് അത് എന്നുള്ളത്. അതിന്റെ പേരാണ് ദൃഢനിശ്ചയം എന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിശ്ചയമുള്ളതും ഉറപ്പുള്ളതുമായ രൂപത്തിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് കിട്ടുമെന്നതും അതിനായി പ്രവർത്തിച്ചും സൂക്ഷിച്ചും നിങ്ങൾ ജീവിക്കുക. ദൃഢനിശ്ചയത്തോട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇത് മറക്കാതെ ചെയ്യണം. ദൃഢനിശ്ചയം. ഇനി അത് കഴിഞ്ഞ് ദൃഢനിശ്ചയം മാത്രമുണ്ടായ പോരാ, എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. കൃത്യമായ നടപടി എന്നാണ് പറയുക. കൃത്യമായ നടപടിയിലൂടെ എല്ലാ ദിവസവും അതിനു വേണ്ടി പ്രവർത്തിക്കുക. 4 മണിക്ക്, ഞാനൊക്കെ ആണെങ്കിൽ 4 മണിക്ക് എഴുന്നേച്ച് ഒരു ദിവസം പോലും കോംപ്രമൈസ് ഇല്ല, എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട മെഡിറ്റേഷൻ ചെയ്യുക തന്നെ ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക തന്നെ ചെയ്യും, അഫർമേഷൻ ചെയ്യുക തന്നെ ചെയ്യും, എഴുതാനുള്ള എഴുതുക തന്നെ ചെയ്യും, വായിക്കാനുള്ള വായിക്കുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസും ഇല്ല അതിനകത്ത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാനായിട്ട് അത് പ്രാവർത്തികമാക്കുക. നിങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അവസരം വരുമ്പോൾ അതിനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുക. ഇറ്റ്സ് കമ്മിങ്. ലോട്ടറി അടിക്കണമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക തന്നെ വേണം, അല്ലാതെ ഒരു ഓപ്ഷനുമില്ല. പണം വേണമെങ്കിൽ ജോലി ചെയ്യുക തന്നെ വേണം, വേറൊരു ഓപ്ഷനുമില്ല. വേറൊരു ഓപ്ഷനും കിട്ടിയിട്ടില്ല നമുക്ക്. ഊർജം വേണമെങ്കിൽ, നമ്മൾ എപ്പോഴും ടയേർഡ് ആണെങ്കിൽ എക്സസൈസ് ചെയ്യുക തന്നെ വേണം, വേറെ ഒരു ഓപ്ഷനുമില്ല. അത് ചെയ്യാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇനി 6ാമത്തെ കാര്യം, അവസാനമുള്ള ഒരു കാര്യം പറയാം. ഇതിൽ വളരെ പ്രധാനമുള്ള കാര്യം, ഇത് സംഭവിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. നമ്മൾ പൂർണ്ണമായി വിശ്വാസം ഉണ്ടായിരിക്കണം. അത് എനിക്ക് സാധ്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. എനിക്കത് ലഭിക്കുമെന്ന്, ലഭിച്ചു എന്ന് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുക. സംശയങ്ങളോ ഭയങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് അവ മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എനിക്കത് ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലിയറായി മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക്
ലോൺ കടമൊക്കെ ആയിപ്പോയി, ഒരു ബാങ്കിൽ നിന്നും വിളിക്കുമ്പോൾ അതാണ് ചിന്തിച്ചു. തീർച്ചയായും അതൊക്കെ സംഭവിക്കും. ആരാണോ എന്ന് പറയില്ല, ലോൺ വിളിക്കുമ്പോൾ നിങ്ങൾ വരും. പക്ഷേ ലോണിനെ പറ്റി നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ലോണിന്റെ പിറകെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? വീണ്ടും ലോണിലേക്ക് മാത്രമേ പോകുള്ളൂ. പ്രിയ സഹോദര സഹോദരി ആരായാലും അതിനെ എത്രയും പെട്ടെന്ന് ലോണിനെ മാറ്റാനുള്ള വഴികളെ പറ്റി ആലോചിക്കും. ലോണിനെ പറ്റി അല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്, ലോൺ അടച്ചു തീർത്താൽ, അതായത് എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴികളെ ആലോചിക്കൂ. അങ്ങനെ പലതും പുറത്ത് നടക്കുന്നുണ്ടാവും, അതിന്റെ പിറകെ പോവരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലോണാണോ അല്ല നിങ്ങൾക്ക് പൈസ സമ്പത്താണോ ആവശ്യം, അതിലേ ഫോക്കസ് ചെയ്യൂ. വിളിക്കുമ്പോൾ അവരോട് പോയി പറയുക എനിക്ക് ഇത്രയും സമയം വേണം. അത് ഞാൻ ഒരു ദിവസം ലോണിന്റെ അവസ്ഥയെ പറ്റി ഒരു ദിവസം വിശദമായി ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയുക. 2 കാര്യങ്ങളുടെ പേരാണ്. ഒന്ന്, ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ പോയിന്റുമായിട്ട് ആർക്കെങ്കിലും ടൈപ്പ് കമന്റ് ചെയ്യാൻ പറ്റുമോ? 2 കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. 2ഉം നമുക്ക് ശത്രുവിനെ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്. ഒന്ന്, കടം കൊടുക്കരുത്. ഒന്ന്, കടം വാങ്ങിക്കരുത്. കടം കൊടുക്കരുത്, കടം വാങ്ങിക്കരുത്. ഇത് 2ഉം നമുക്ക് കിട്ടുന്നത് ശത്രുക്കളെ മാത്രമായിരിക്കും എന്ന് അറിയുക. ശത്രുക്കളെ നിങ്ങൾക്ക് വേണോ എങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കൊണ്ടുപോയി കടം കൊടുക്കൂ. ശത്രുക്കളെ നിങ്ങൾക്ക് ആവശ്യമാണോ എങ്കിൽ നിങ്ങൾ ഒരാളോട് പോയി കടം മേടിക്കും. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു പറയുന്ന കാര്യമാണ്, വെറുതെ പറയുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ആരും അത് പറയും ഇതെന്താ ഈ സാറ് പറഞ്ഞു. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ട എങ്കിൽ കടം വാങ്ങിക്കുന്നതിനകത്ത് കുറച്ച് തീരുമാനം എടുത്താൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാനായിട്ട്. നമുക്ക് തോന്നും കടം മേടിച്ച് അത് ചെയ്യാം ഇത് ചെയ്യാം. ചെയ്യരുത് സുഹൃത്തുക്കളെ. നമ്മൾ ഉള്ളത് കൊണ്ട് എങ്ങനെയാണോ ഉള്ളതിനെ കൂട്ടാൻ ശ്രമിച്ചു നോക്കൂ. ഈ കടം മേടിക്കാൻ പോകുന്ന സമയം വേണ്ട നമുക്ക് ജീവിതത്തെ നമ്മുടേതാക്കി മാറ്റാൻ. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇത്രയും മാത്രമേ പറയുള്ളൂ, കാരണം അത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്ക് ഹേർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും ഒന്നിക്കൽ കടം കൊടുത്തവരാണ്, അല്ലെങ്കിൽ കടം വാങ്ങിച്ചവരാണ്. കടം വാങ്ങിച്ചവരോടും പറയാനുള്ളത് ദയവ് ചെയ്ത് ഇനി വാങ്ങിക്കരുത്. സംഭവിച്ചതോ സംഭവിച്ചു, എങ്ങനെയെങ്കിലും കൊടുത്തു തീർത്തിട്ട് അവരോട് അല്ലെങ്കിൽ അവധി പറഞ്ഞ് അവരോട് വളരെ കൃത്യമായി പോയി ഇരുന്ന് പറയുക എനിക്ക് ഇത്രയും സമയം വേണം, ആ സമയത്തിനകത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞ് അധികം വിഷമമില്ലാതെ തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ നിയമങ്ങൾ ഇതാണ്. ഇത്രയും സിമ്പിൾ ആണ്. പക്ഷേ ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, ദിവസം അതിന്റെ കുറെ ഇതിന്റെ നിയമമാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെയല്ല കേട്ടോ. പ്രാക്ടീസ് ഇപ്പൊ കടമാണ് നമുക്കുള്ളതെങ്കിൽ കടം എങ്ങനെ ഒഴിവാക്കാം, പൈസ നമുക്ക് വരണമെങ്കിൽ പൈസ എങ്ങനെ നമുക്ക് വരുത്താം, ബന്ധങ്ങൾ ഊഷ്മളമാക്കണമെങ്കിൽ ബന്ധങ്ങളെ എങ്ങനെ ഊഷ്മളമാക്കാം. ഒരു ലവ് അഫെയർ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ലവ് അഫെയറിന് എങ്ങനെ നമ്മളിലേക്ക്, ആ ലവറെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം, അല്ലെങ്കിൽ ഒരു അങ്ങനെ ബിസിനസ് കൂട്ടണമെങ്കിൽ ബിസിനസ് അഭിവൃദ്ധി എങ്ങനെ കൂട്ടാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉണ്ട്. ഈ ടെക്നിക്ക് ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് 40ഓളം ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് 40ഓളം ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയി തോന്നുന്നത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് മാത്രം ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് ജീവിതം അടിപൊളിയാക്കാൻ പറ്റും. ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എത്ര ശ്രമിച്ചിട്ട് കരകയറ്റം പറ്റുന്നില്ല. കൃഷി അയൽക്കാർ നശിപ്പിക്കുകയാണ്. തീർച്ചയായും ആ ചിന്തകളിൽ തന്നെയാണ് പ്രത്യേകം. ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെയാണ് അത് വീണ്ടും 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 നിങ്ങൾ ആ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മാത്രമേ പോകുള്ളൂ. അങ്ങനെയാണ് മനസ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നേരെ ഷിഫ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നില്ല, കടം മേടിച്ചിട്ട് അതിന്റെ ബുദ്ധിമുട്ട് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതും കൂടി ചിന്തിച്ചിരുന്നാൽ വീണ്ടും വീണ്ടും പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വേണമെങ്കിൽ ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞു തരാം. ക്ലാസ്സിൽ വരുന്നുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ ഒരു സാറിന് എന്നോട് സംസാരിക്കാൻ സമയം അവൈലബിൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്മിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരുമോ. ആ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അഡ്മിൻ നമ്പർ 75, ഒന്നുകൂടെ അഡ്മിൻ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചോ. അഡ്മിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ്, ഈ വീക്ക് ഫുള്ളി ഷെഡ്യൂൾഡ് ആണ്. ഈ വീക്കല്ല, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഫുള്ളി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി, നിങ്ങൾ മാനസികമായി നിങ്ങൾ ഉയർത്താനായിട്ട് എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്ന ചില ഐഡിയകൾ ഞാൻ അന്നേരം പറഞ്ഞു തരാം. അത് ഉപയോഗിക്കാം. ഞാൻ ഈ അനുഭവങ്ങളൊന്നും
ഈ പറഞ്ഞ കാര്യങ്ങൾ ഓഡിയോ പുസ്തകത്തിൽ വായിച്ച് പറയുന്ന രീതികൾ എനിക്കില്ല കേട്ടോ, എനിക്കത് അറിയുമില്ല. വായനയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതല്ല, ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് തൊട്ട് പറയുന്നത്, ജീവിതത്തിൽ നിന്നാണ് തൊട്ട് പറയുന്നത്. നമ്മളൊക്കെ ഇത് അനുഭവിച്ച് വന്നവരാണ്, അതിൽ നിന്നാണ്. അനുഭവമുണ്ട്, കടം കൊടുത്തു, ഇപ്പോൾ ശത്രുക്കൾ ഉണ്ടായി, തിരിച്ചു ചോദിച്ചപ്പോൾ ശത്രു, അത് സ്വാഭാവികമാണ്, അത് തന്നെയാണ് സംഭവിക്കുന്നത്. റഹൻ കടം കൊടുത്തു കഴിഞ്ഞാൽ ശത്രുക്കൾ ഇഷ്ടംപോലെ, ഞാൻ കുറേ പേരെ വാങ്ങിച്ചു തന്നിട്ടു, ഇങ്ങനെ നല്ല കാശ് കൊടുത്ത് കുറേ പേര് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ശത്രുക്കൾ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്ന് പറയാം, നിങ്ങളോടൊന്നുമില്ല, ഞാൻ നിങ്ങളോടൊക്കെ പുറത്തിരിക്കുന്നു, മറന്നിരിക്കുന്നു. നിങ്ങൾക്ക് തരാനുള്ള കാശ്, നിങ്ങൾ തരാനുള്ള കാശ് എനിക്ക് തരികയും വേണ്ട, ഞാനതെല്ലാം അവിടേക്ക് വിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനമുണ്ട്, കടം തരികയുമില്ല, കടം കൊടുക്കുകയും ഇല്ല. അതുകൊണ്ട് ആരും എന്നോട് ശത്രുതയുണ്ടായില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അഡ്മിൻ നമ്പർ ഒന്ന് പറയാം: 7510792454. യെസ്, ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ആർക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ടവർ നമ്പർ എടുത്തോളൂ, മറ്റവരെടുത്തോളൂ. പക്ഷെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അത്യാവശ്യം വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക. അവരുടെ സമയം അനുസരിച്ച് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കൊക്കെ വിളിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉണ്ട്. അവർ അവസാനം ഫോൺ ഓഫ് ചെയ്താൽ നിങ്ങൾക്കും വിഷയമാവും, എനിക്കും വിഷയമാവും. അതുകൊണ്ട് എൻ്റെ തിരക്കിന്റെ ഇടയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹകരിക്കുക. മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും കാര്യം ക്ലിയറായി മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഇന്ന് 5 മണി വരെയുള്ളൂ. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞു. ആരൊക്കെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അതൊന്ന് മനസ്സിലാക്കിയാൽ ഇത് എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ആദ്യം പറയാം. എന്താണ് അതിനകത്ത് പഠിപ്പിക്കുന്നതെന്നൊന്ന് പറഞ്ഞു പോകാം. ഇതിന്റെ കാര്യം ഇത്രയാണ്. നമുക്ക് പവർ ഓഫ് പോസിറ്റിവിറ്റി ഉണ്ടാക്കാനായിട്ട്, അതായത് ഹാർനെസ് ഓഫ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് ഡിസേർവ് റിയാലിറ്റി. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഡിസേർവ് ചെയ്ത് റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ചിന്തകളെ ശരിയാക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ, അല്ലെ? അതിന് നമ്മൾ ചില പ്രിൻസിപ്പിൾസിലൂടെ, ഒരു നിയമത്തിലൂടെ നമുക്കത് സാധ്യമാക്കണം. അത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓവർകം ദ ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് റീപ്ലേസ് ദം ഇൻ എംപവറിംഗ് വൺസ് എന്നാക്കി മാറ്റുക എന്നുള്ള സിസ്റ്റം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അച്ചീവിങ് ഗോൾസ് ഇൻ വേരിയസ് ആസ്പെക്ട് ഓഫ് ലൈഫിൽ അച്ചീവിങ് ഗോൾസ്, എങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ കിട്ടും എന്ന കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അലൈൻ തോട്ട്സ്, ഇമോഷൻ ആൻഡ് ആക്ഷൻ വിത്ത് ഡിസയർ ഔട്ട്കം. നമ്മുടെ തോട്ട്സിനെ അലൈൻ ചെയ്യുകയാണ്, തോട്ട്സിനെ ഇമോഷനെയും നമ്മൾ അലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ പ്രധാനമായ കാര്യം. ഇനി ആരൊക്കെയാണ് ഇത് പങ്കെടുക്കേണ്ടതെന്ന് പറയാം. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉള്ള ആൾക്കാർ, അട്രാക്ടിങ് വെൽത്ത് ആൻഡ് ഫൈനാൻഷ്യൽ അബൻഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചേരാൻ പറ്റും. ലാക്ക് ഓഫ് കരിയർ അഡ്വാൻസ്മെന്റ്, അതായത് നമുക്ക് കരിയറിൽ മുകളിലോട്ട് പോകണം, കരിയർ ഗ്രോത്ത് ചെയ്യണം എന്ന് പറയുന്ന, ന്യൂ ജോബ് കിട്ടണം, ജോലി കൂട്ടണം, അല്ലെങ്കിൽ ജോലി പുതിയത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ന്യൂജൻ ആൾക്കാർക്ക് മാനിഫെസ്റ്റിംഗ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ഓർ പ്രൊമോഷൻസ്, ഇവർ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ട ക്ലാസ് ആണ്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഇംപ്രൂവിങ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ത്രൂ ദ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് പങ്കെടുക്കാം. റിലേഷൻഷിപ്പ് ചലഞ്ച് ഉള്ളവർക്ക് പങ്കെടുക്കാം. ലോയസ്റ്റ് സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക്, അതായത് ഞാൻ പറഞ്ഞു സെൽഫ് ലവ് ഇല്ല, എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നേ ഇല്ല എങ്കിൽ അവർക്കുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ളവർക്ക്, സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുതലുള്ളവർക്ക് അവർക്ക് ഈ കാര്യത്തിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം. അവർക്ക് അതിലൂടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് അതിനകത്തുള്ളത്. പിന്നെ ഉള്ളത് വെച്ചാൽ എന്താണ് ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് ഞാൻ വളരെ ക്വിക്കായി പറഞ്ഞു പോവാണ്. നിങ്ങൾ ഡീറ്റെയിൽസ് പോകണമെങ്കിൽ കാറ്റലോഗ് മുഴുവൻ അഡ്മിൻ അയച്ചു തരും. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പോസിറ്റീവ് തിങ്കിങ് ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഗോളിന്റെ ക്ലാരിറ്റിയാണ്, ക്ലാരിറ്റി ഓഫ് ഗോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഇൻക്രീസ് യുവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം. നാലാമത്തത് ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്ന സംഭവം. അഞ്ചാമത്തത് മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ കൂട്ടുക. ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ഷൻ, നമുക്ക് സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. പേഴ്സണൽ ആയിട്ടുള്ള ഉന്നമനം സാധ്യമാകും. റിസൈലൻസ് എന്ന് പറയുന്ന സാധനം, അങ്ങനെ ബൗൺസ് ബാക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒബ്സ്റ്റാക്കിൾ ഉണ്ടാവും, വീണു പോകാം, അത് എഴുന്നേറ്റ് വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ
കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ വന്നു കഴിഞ്ഞാൽ ടെക്നിക്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് വിഷ്വലൈസേഷൻ, അഫ്രിമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, വിഷൻ ബോർഡ് ക്രിയേഷൻ, സ്ക്രിപ്റ്റിംഗ്, മെഡിറ്റേഷൻ, പോസിറ്റീവ് സെൽഫ് ടോക്ക്, മൈൻഡ് മാപ്പിംഗ്, ഗോൾ സെറ്റിങ്സ്, എനർജി ക്ലിയറിംഗ്, ഫോക്കസ് വീല്, അതുപോലെ ആക്ട് ആസ് ഇഫ് അങ്ങനെ 30ഓളം നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, സമയത്തിലാണ്. 333 ടെക്നിക്ക്, 111 ടെക്നിക്ക്, 111 ടെക്നിക്ക്, 777 ടെക്നിക്ക്, 369 ടെക്നിക്ക്, 1010 ടെക്നിക്ക്, 888 ടെക്നിക്ക്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കോഴ്സിന്റെ ഫീസ്, ഒറിജിനൽ ഫീസ് ഞാൻ ഇതിന് ചെയ്യുന്നത് 5000 രൂപയാണ്. ഇപ്പോൾ ഇന്ന് മാത്രം സൺഡേ ഇന്ന് ഒരു 2-4 ദിവസമായി കൊടുക്കുന്നു. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പബ്ലിക്കിനായിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് 1999. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ 7511107924 ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ ചെയ്താൽ മാത്രം പോരാ, ഗൂഗിൾ പേ മാത്രം ചെയ്താൽ പോരാ, ഗൂഗിൾ പേ ചെയ്തിട്ട് അതേ സ്ക്രീൻഷോട്ട് ഇതേ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. അതേ ഇതിൽ നിന്ന് വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് അയക്കുക. എങ്കിൽ നിങ്ങളെ നാളെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. നാളെ രാവിലെയോ വൈകിട്ടോ എന്ന് ഞാൻ തിരിച്ച് UAE-യിലേക്ക് ഇന്ന് യാത്ര ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കുക നാളെ രാവിലെ ക്ലാസ് തുടങ്ങണോ വൈകിട്ട് ഏത് നിമിഷവും ആയിരിക്കും ആദ്യത്തെ ക്ലാസ് നടക്കുന്നത്. വൈകിട്ടായിരിക്കാൻ ഏറ്റവും സാധ്യതയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകിട്ടായിരിക്കുമല്ലോ സാർ. അപ്പൊ ഇന്ന് ഒരു ദിവസം 199 അടച്ചവർക്ക് കൊടുക്കേണ്ടതില്ല. ഇല്ല, സോറി, 19 അടച്ചവർക്ക് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ അടച്ചു. ദിവ്യ, ഞാൻ കണ്ടു നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അഡ്മിന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേ നമ്പർ ഒന്നുകൂടി പറയാം, 7511107924. ഞാൻ ടൈപ്പിൽ ഇട്ടിട്ടുണ്ട്. യെസ്, അതിൽ എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടും കൂടി അയക്കണേ. അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അടക്കം അതിനകത്ത് അയക്കണേ. ചിലപ്പോൾ ഗൂഗിൾ പേ നമ്പർ ചിലപ്പോൾ വാട്സപ്പ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഇവിടെ നമ്മുടെ മെയിൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. അതൊന്ന് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസിന്റെ താഴെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. എങ്കിലും ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഗ്രൂപ്പ് ലിങ്ക് ഞാനിവിടെ തരാം. അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. നമ്മുടെ എല്ലാ ദിവസത്തെ സെഷൻസ് അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടും. അതിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ഇതുപോലെ ഫ്രീ സെഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കോഴ്സിന്റെ ഫീസ് എന്തുകൊണ്ട് വാങ്ങിക്കുന്നു വെച്ചാൽ, കോഴ്സിന്റെ ഫീസ് വാങ്ങിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും അതിനോട് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം അനുഭവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് കോഴ്സിന്റെ ഫീസ് വാങ്ങിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ ക്ലാസ് സെഷൻസ് മാക്സിമം ചെയ്യുന്നത് നിങ്ങളിലേക്ക് മാക്സിമം എത്തണമെന്ന്. ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എന്നെ അറിയാത്തവരുണ്ടോ? എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല. കാരണം എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നവരല്ലേ ഇവിടെ വരുന്നത്. എന്നാലും ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാം. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത് എന്നാണ്. ഞാൻ UAE-യിലാണ്. കഴിഞ്ഞ 25 വർഷമായി UAE-യിലാണ് താമസം. എൻ്റെ മക്കളും ഒക്കെ അവിടെയാണ്. ഞാനൊരു എന്റർപ്രണറാണ്. ബിസിനസ്സാണ് എൻ്റെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു ബുക്കിന്റെ പേരാണ് മനസ്സ് ഒരു വിസ്മയം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പുസ്തകം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അഡ്മിൻ ബന്ധപ്പെടാവുന്നതാണ്. അത് തരും. ഞാൻ കാണിക്കണമെങ്കിൽ ഇവിടെ ബുക്ക് അപ്പുറത്താണുള്ളത്. മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയുന്ന ഡെയിലി പ്രാക്ടീസ് എന്നുള്ള ബുക്കാണ്. 105 ദിവസത്തെ ദിനേനയുള്ള പ്രാക്ടീസിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. അതാണ് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. മൂന്നാമത്തത് അച്ഛൻ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ്. സാധാരണ പൈങ്കിളി കവിതകളൊന്നുമല്ല. കുറച്ച് ചിന്തോദ്ദീപനമായ, ചിന്തിക്കേണ്ട, ജീവിതത്തെ മാറ്റിപ്പെടുത്തേണ്ട എൻ്റെ അച്ഛൻ എനിക്ക് പകർന്നു തന്ന ചില അറിവുകൾ. ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എന്നിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതും എൻ്റെ കുടുംബവും ഒക്കെ എനിക്ക് വളർത്തി തന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. അതിന്റെ കോപ്പി ഇപ്പൊ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത പ്രിന്റ് അടുത്ത സെപ്റ്റംബറിലോ ഒക്ടോബറിലോ മറ്റാണ് അടുത്ത പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും 4 പുസ്തകങ്ങൾ എഴുതി. ഇനിയിപ്പോൾ അടുത്ത പുസ്തകങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.
എല്ലാവരും ബ്ലെസ്സിങ് ഉണ്ടാവണം. കോഴ്സ് ജോയിൻ ചെയ്യുന്ന ഇപ്പം തന്നെ ആൾക്കാർ പേ ചെയ്യുന്നവർ ചെയ്തിട്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവും. പേ ചെയ്യുന്നവർ ഒറ്റ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി. ഇഫ് യു വിഷ് ടു ചേഞ്ച് യുവർ സെൽഫ്, then you can join. If you don't wish to change yourself, please stay as it is. No problem. ഒരു ലോകത്തിലൊന്നും സംഭവിക്കില്ല. നിങ്ങളും ഉണ്ടാവും, ലോകവും അതിൻ്റെ രീതിയിൽ മാറുകയുള്ളൂ. എവറിബഡി റെഡി ഫോർ ടു ചേഞ്ച് യുവർ സെൽഫ്? ഒന്നുകൂടി ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളെ മാറ്റപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ there is a possibilities for you. ഓക്കെ, ഇത്രയും മാത്രമേ ഇന്ന് പറയുന്നു. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവേശ്വരന്റെ തുണയാൽ ജീവിതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമൃദ്ധപൂർണവും സമ്പൽ സമൃദ്ധവും ഐശ്വര്യവും സന്തോഷപ്രദവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ലൈവ് തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അത് ഫേസ്ബുക്ക് ആവാം. എൻ്റെ സ്ഥലം പറഞ്ഞില്ലല്ലോ, ഞാൻ നാട്ടിൽ കാസർഗോഡ് ജില്ലാ സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ നാട്ടിലെ വീട്ടിലാണുള്ളത്. 2 ദിവസത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി തിരിച്ചു പോകും, വൈകിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ വൈകിട്ടത്തെ ക്ലാസ് നമുക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. നാളെ തിരിച്ച് അബുദാബിയിലെത്തും. മുങ്ങത്ത് ഹൗസ് നെയിം ബോർഡ് നല്ല പരിചയം. മുങ്ങത്ത് ഞങ്ങൾ കാസർഗോഡ് കുറേ മുങ്ങത്ത് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബ പേരാണ് മുങ്ങത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ മുങ്ങത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലം നീലേശ്വരത്തുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരു തറവാട് വീടാണ് മുങ്ങത്ത് എന്ന് പറയുന്നത്. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പ്രബലമായ ഒരു നായർ തറവാടാണ്. ഓക്കെ, താങ്ക് യു. ഒരാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. ഇത്രയും ആൾക്കാർ പങ്കെടുത്തതിന് നന്ദി. നിങ്ങളുടെ കമന്റുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അഡ്മിനെ നോക്കും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അഡ്മിനെ റിപ്പോർട്ട് ചെയ്യും. പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം, ക്ലാസ്സിൽ ചെയ്യുന്നവർക്ക് ചേരാം, ചേർന്നവർ വേണ്ട. തീർച്ചയായിട്ടും ശില്പ, ദാറ്റ്സ് വെരി ഗുഡ് ശില്പ. എന്റെ വിഷ്വലൈസേഷൻ ഇറ്റ്സ് വെരി ഗുഡ്. ഐ എം ജസ്റ്റ് എന്താ പറയുക, ഞാനിവിടെ ഒരു നിയോഗം മാത്രമാണ്. നിങ്ങളിലുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾ തന്നെയാണ് എടുത്തത്. ഞാൻ അതിനൊരു ചെറിയൊരു ഒരു കീ വെച്ച് ഓപ്പൺ ആക്കി തന്നത് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാൻ ശില്പിക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മറ്റു കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യും. അല്ലെ, എൻ്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്തെങ്കിലും നേടുന്നതായി ഞാൻ അറിയുക എന്നുള്ളതാണ്. അവിടെയാണ് വളരെ ബുദ്ധിമുട്ട്. കണ്ണൂരല്ല, ഞാൻ മാംഗ്ലൂർ എയർപോർട്ട് വഴിയാണ് പോകുന്നത്. കണ്ണൂരേക്ക് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്. എനിക്ക് മാംഗ്ലൂരാണെങ്കിൽ അടുത്താണ്. ഞാൻ കാസർഗോഡ് ടൗണിലാണ് താമസം. അതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. എന്തെങ്കിലും അയ്യപ്പ ഷിബു എന്തെങ്കിലും നമുക്ക് കാണാം. ക്ലാസ്സിൽ വന്നാൽ നേരിട്ട് കാണാം. വൈകുന്നേരത്തെ സെഷനിൽ പങ്കെടുക്കൂ. അപ്പോൾ താങ്ക് യു. പിരിയുകയാണ്, എൻഡ് ചെയ്യാണ്. ഓക്കെ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ നമുക്ക് കാണാം. ഉണ്ടാവും. യെസ്, രാഹുൽ. അവര് കാസർഗോഡാണോ രാഹുൽ ഈ മദർ? ഓക്കെ, എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പൊ ഈ ലൈവ് സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ ഓർക്കുക ഇന്നത്തെ ദിവസത്തിൽ. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തത്, ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളെ തന്നെ ഉയർത്താനുള്ള പ്രയത്നം തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. ലവ് യു ആൾ. താങ്ക് യു.